നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തെ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നവരാണ് വിദേശ മലയാളികൾ. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഓരോ സ്പന്ദനവും വിദേശ മലയാളികളെ സ്പർശിക്കുന്നു. കേരള വികസനം ഒരു വിദേശ മലയാളിയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ജേണൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ കൂടി ഈ ചർച്ചയിൽ അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ വനം വകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വം. താങ്കളെ യൂറോപ്പിലെ എല്ലാ മലയാളികളുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. താങ്കൾ UK കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ വരവ് വളരെ പ്രൈവറ്റ് വിസിറ്റാണ്. പ്രൈവറ്റ് വിസിറ്റ്, ഒരു പൊതുക്കാര്യങ്ങളും ഇല്ല. ഇവിടെ എന്റെ മകളും ഭാര്യയും പഠിക്കുന്നുണ്ട്. അവർക്കിത് വെക്കേഷൻ കാലമാണ്. അവരൊന്ന് കാണുക, ഒരു കഷ്ടിച്ച് 10 ദിവസം അവരുടെ കൂടെ നിൽക്കുക. അത് മാത്രമാണ് വരവിന്റെ ഉദ്ദേശം. സാമൂഹ്യ ജീവിയായിട്ട് ഒരാൾ പുറത്തു വരുമ്പോഴത്തേക്കും അയാൾക്ക് വാതിലടച്ച് ഇരിക്കാൻ പറ്റില്ല. ആൾക്കാരെ കാണുക, ഭാര്യയും മക്കളെയും മാത്രം കണ്ടുകൊണ്ട് ഇരിക്കാൻ അയാൾക്ക് അനുവാദമില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കാം അയാൾക്ക്, പക്ഷെ അയാൾക്ക് അനുവാദമില്ല. അയാളുടെ സോഷ്യൽ പ്രോപ്പർട്ടിയാണ്. അത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്, സഹാക്കളുണ്ട്, നാട്ടുകാരുണ്ട്, പഴയ പരിചയങ്ങൾ, പുതിയ പരിചയങ്ങൾ പലതുമുണ്ട്. അവരെല്ലാം കാണുന്നു. അപ്പൊ ചില പൊതു മീറ്റിങ്ങുകൾ വരും, ചർച്ചകൾ വരും, കൂടിക്കാഴ്ചകൾ വരും. അങ്ങനെ അതങ്ങോട്ട് ആയി. അപ്പൊ നമ്മൾ ഈ വിദേശത്ത് വന്നിട്ട് വിദേശത്ത് കഴിയുന്ന മലയാളികളെ കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്തൊക്കെയാണ്? ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാട്ടിലെ മലയാളികൾ എങ്ങനെയാണോ നാടിനെ കാണുന്നത് അതിനേക്കാൾ ഒരുപടി കൂടി കവിഞ്ഞ വികാര വായ്പോടു കൂടിയാണ് പ്രവാസി സമൂഹത്തിലെ മലയാളികൾ നാടിനെ കാണുന്നത്. സ്വാഭാവികമാണത്. ഒരു ദൂരെയായിരിക്കുമ്പം അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാകും. ആ ചിന്തകൾ പലതും ഗൃഹാതുരസ്മരണകളുടെ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഗ്രാവിറ്റി കാണും. വിദേശത്ത് ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുന്നു, വിദേശത്ത് മോശ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളുടെ കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും വളരെ മര്യാദയ്ക്ക് നടക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തീർക്കുന്നു. അത് കണ്ടതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു ആഗ്രഹം തോന്നും. വിദേശത്തിരിക്കുന്ന മലയാളികൾക്ക് എപ്പോഴും തോന്നും, എന്തുകൊണ്ടേ നമ്മളെ കേരളത്തിൽ ഇത് നടക്കുന്നില്ല. ആ വാദഗതി എനിക്ക് സംശയമുണ്ട് എത്രമാത്രം ശരിയാണെന്ന്. നാട്ടിലെ കാര്യങ്ങളെല്ലാം പോക്കാണ്, അവിടെ എല്ലാം മോശമാണ്. നാടിന് പുറത്ത് വിദേശത്തുള്ളതെല്ലാം ഗംഭീരമാണ് എന്നൊരു വാദഗതി ഉണ്ടെങ്കിൽ ഞാൻ വളരെ വിനയപൂർവ്വം പറയും, ഐ ബെഗ് ടു ഡിഫർ. നന്മകളെല്ലാം ഇവിടെ, അവിടെ തിന്മകൾ മാത്രം. ഞാൻ അംഗീകരിക്കാത്ത വാദഗതിയാണത്. എന്റെ അഭിപ്രായത്തിൽ നാട്ടിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട്. ആ നന്മകൾ തന്നെയാണ് നിങ്ങളെല്ലാവരെയും നാടിനോട് ബന്ധപ്പെട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ നാടിന്റെ വേരാണ് നിങ്ങളാക്കിയത്. നിങ്ങളുടെ കഴിവിന്റെ പുറകിൽ, ബുദ്ധിയുടെ പുറകിൽ, അർപ്പണത്തിന്റെ പുറകിൽ എല്ലാം ഉള്ളത് ആ നാടിന്റെ മണ്ണിന്റെ മഹത്വം തന്നെയാണ്. നാട്ടിലും നന്മകളുണ്ട്, നന്മകൾ ഇവിടെയും ഉണ്ട്. അല്ല, ഞാൻ അതിന്റെ അനുവാദങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഉണ്ടാകും. താങ്കൾ വനം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിദേശത്ത് വന്നിട്ട് ഇവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ 5 മരങ്ങളുണ്ട്. ഞാൻ അതിലൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ഒരു മരം വെച്ചേ പറ്റൂ. നിയമമാണ്. എന്റെ പുരയിടമാണെങ്കിലും വെച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ നാടിന്റെ പരിസ്ഥിതി ദുർവിനിയോഗം ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വിഷയം പറഞ്ഞാൽ ഞാൻ പറയും, ഒരു മരം മുറിച്ചാൽ പകരം വേറൊരു മരം വെക്കണം എന്ന നിയമമുള്ള ഇവിടുത്തെ ഈ വ്യവസ്ഥ നല്ലതാണ്. ആ വ്യവസ്ഥ ഇല്ലാത്ത നാട്ടിലെ സമീപനം ചീത്തയാണ്. മരത്തോട്, വനത്തോട്, പ്രകൃതിയോട് എല്ലാം കാണിക്കുന്ന സമീപനത്തിൽ ഒരു മാറ്റം ലോകത്തെല്ലാം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഗുണപരമായ വശങ്ങൾ ഒരുപക്ഷെ നാട്ടിലേതിനേക്കാളും അല്പം കൂടെ കൂടുതലായി പ്രകടമാണ് വിദേശ രാജ്യങ്ങളുടെ പലയിടത്തും. കാരണം വനം കൊള്ള, അല്ലെങ്കിൽ പ്രകൃതിക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ, പുഴകളെ മലിനമാക്കുക തുടങ്ങിയ പല വിഷയങ്ങളിലും ഇന്ന് ലോകം മാറി ചിന്തിക്കുന്നുണ്ട്. ആഗോള താപനത്തിന്റെ കാലത്ത് മനുഷ്യൻ മാറി ചിന്തിച്ചേ മതിയാകൂ. ആ ചിന്ത ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കുറെ പങ്ക് വഹിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ ഏറ്റുപിടിച്ച മുദ്രാവാക്യമാണ് എന്റെ മരം എന്നൊരു പദ്ധതി ഉണ്ടായി. അല്ല, താങ്കൾ അതിനുവേണ്ടി ശ്രമിച്ചു, മുൻകൈ എടുത്തു. നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. മനസ്സിലായില്ലേ? ഓരോ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് ശക്തമായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റാതെ പോകുന്നു? മറ്റു രാജ്യങ്ങളിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ
അവിടെ ഒരു പോരായ്മ കാണുന്നുണ്ട്. ഏതായാലും ശ്രീകുമാരൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുദ്രാവാക്യം വിളിയെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നൊരാഗ്രഹമാണ് പങ്കുവെച്ചതെങ്കിൽ തീർച്ചയായും ഞാൻ കൈകോർത്ത് പിടിക്കും. താങ്കൾ ഒരു മന്ത്രിയായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയി? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അല്ല, ഒരു മന്ത്രിക്കോ ഒരു മന്ത്രിസഭയ്ക്കോ 5 കൊല്ലക്കാലം കൊണ്ട് മാത്രം ഇതെല്ലാം ചെയ്യാനാകുന്ന വ്യാമോഹം എനിക്കില്ല. റിയലിസ്റ്റിക്കായി നോക്കുമ്പോഴത്തേക്കും ഒരു നിരന്തരമായ യത്നം വേണം, വിട്ടുവീഴ്ച കൊടുത്ത പരിശ്രമങ്ങൾ വേണം. ആ പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ 5 കൊല്ലക്കാലത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ കുറെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ വിജയം മാത്രമല്ല, പല കാര്യങ്ങളിലും ഞങ്ങൾ ആഗ്രഹിച്ച അളവിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് സ്റ്റിൽ മൈൽസ് ടു ഗോ. നമ്മളത് ഉറങ്ങാൻ പോകുന്നില്ല. പക്ഷേ റോബർട്ട് ഫസ്റ്റ് പറഞ്ഞ മാതിരി വി ഹാവ് മൈൽസ് ടു ഗോ ആൻഡ് പ്രോമിസസ് ടു കീപ് ബിഫോർ വി സ്ലീപ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഉറങ്ങണ്ട, നമുക്ക് ഒരുപാട് ഇനിയും ചെയ്യാനും ഒരുപാട് പറയാനും ബാക്കിയുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കുമോ ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകും? നമ്മളൊരു കാര്യം ചെയ്തു വരുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ വരുന്നു, വേറൊരു മന്ത്രിസഭ വരുന്നു, അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ ചായ്വുള്ള ആൾക്കാർ മന്ത്രിയായി വരുന്ന ആ അവസരത്തിൽ ഇതിനെ അപ്പാടെ തിരസ്കരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടോ? അതൊരു ഗഹനമായിട്ടുള്ള പഠനം വേണ്ട വിഷയമാണത്. നമ്മളെപ്പോഴും പറയും, രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ മാറി മാറി വന്നാലും ഗവൺമെന്റ് തുടർച്ചയാണെന്ന് നമ്മൾ പറയും. അത് ശരിയാണ് താനും. ഗവൺമെന്റ് ഇസ് എ കണ്ടിന്യൂറ്റി. അപ്പോൾ ഭരിക്കുന്ന മന്ത്രിമാരുടെ മുഖം മാറിയാലും മുന്നണികളുടെ ഘടന മാറിയാലും ഗവൺമെന്റ് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, തുടരുകയാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികളുടെ നന്മകൾ ആ ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് മാറേണ്ടതില്ല, തുടരേണ്ടതാണ് ആവശ്യം. പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും മറിച്ചാണ്. അതുകൊണ്ട് അതിന് മാറ്റം വരുന്നത്, ഒരു ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ അടുത്ത ഗവൺമെന്റ് വരുമ്പോഴത്തേക്കും പലപ്പോഴും അതിന്റെ തീവ്രതയ്ക്ക് ഒരു മാറ്റം വരുന്നു, സ്വഭാവത്തിന് മാറ്റം വരുന്നു. ചിലപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും എടുത്ത് നമ്മൾ ഷെൽഫിൽ വെക്കുന്നു. ഇത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുവരുന്ന കാര്യമാണ്. നമുക്ക് പ്രസക്തമായിട്ട് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പക്ഷേ ഒരു നല്ലൊരു പോലീസ് ഓഫീസർ താങ്കളുടെ ഭരണകാലത്ത് നല്ല ഒരു പ്രവൃത്തി കേരളത്തിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ അടുത്ത ഭരണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി പോക്ക്, ആ ഒരു അവസ്ഥയല്ലേ നമ്മൾ കണ്ടുവരുന്നത്? ആ അവസ്ഥ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് ഞാൻ കൈക്കൊണ്ട് സാധ്യം പറയാം. ഞാൻ വനംവകുപ്പിന്റെയും ഭവന വകുപ്പിന്റെയും മന്ത്രിയായിരുന്നു. എനിക്ക് എന്റെ ഭരണകാലത്ത് യാതൊരു വ്യക്തിപരമായ അജണ്ടയും ഉണ്ടായിരുന്നില്ല. എന്റെ സ്വന്തം താല്പര്യങ്ങൾ, എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല, ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ചില ഡ്രീംസ് ഉണ്ടായിരുന്നു, ചില വിഷൻസ് ഉണ്ടായിരുന്നു. വനത്തെപ്പറ്റി, അല്ലെങ്കിൽ പാർപ്പിട രംഗത്തെപ്പറ്റി, പാവങ്ങളുടെ വീടുകളെപ്പറ്റി, പ്രകൃതി പരിരക്ഷയെപ്പറ്റി കുറേ കാഴ്ചപ്പാടുകളും നിലപാടുകളും സ്വപ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്തത്, ഒരു മന്ത്രിക്കും ഒരു ഗവൺമെന്റിനും ഈ സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ പറ്റില്ല. നടപ്പിലാക്കാൻ അവർക്കൊരു സിസ്റ്റം വേണം. അതിന്റെ ഭാഗമാണ് ഉദ്യോഗസ്ഥന്മാർ. ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ഇടപഴകിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതെല്ലാമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അവർ നോക്കും, ഈ മന്ത്രി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി പറയുന്നതാണോ അത് ചുമ്മാതെ പറയുന്നതാണോ. ഇയാള് ഇങ്ങനെ പറയും പക്ഷെ അങ്ങനെ പോകും, വാക്ക് വടക്കോട്ടും പ്രവൃത്തി തെക്കോട്ടും അങ്ങനെ പോകുന്ന ആളാണോ, ഇയാള് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ, ഇയാള് പണക്കാർക്ക് വേണ്ടി വാദിക്കുമോ, ഇയാള് ചീത്ത വഴിക്ക് പോകാൻ നിൽക്കുന്ന ആളാണോ, ഇയാൾക്ക് ദൗർബല്യങ്ങളുണ്ടോ എന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ നോക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും നോക്കും, ഈ സിസ്റ്റം എന്റെ കൂടെ സഞ്ചരിക്കുമോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ. എന്നോട് പലരും പറഞ്ഞു, പഴയ കാര്യം ഓർക്കുവാണ്, എന്നോട് പലരും പറഞ്ഞു, ബിനോയ് എത്തിപ്പെട്ട വകുപ്പ് ഭയങ്കര അപകടം പിടിച്ച വകുപ്പാണ്. തീർച്ചയായിട്ടും അത് താപ്പാനങ്ങളുടെ വകുപ്പാണത്. തിരിഞ്ഞു നോക്കിയാൽ അവര് തലയും കൊണ്ടുപോകും, ചതുക്കുഴി ഒത്തിരിയുണ്ട്. അതുകൊണ്ട് വനം വകുപ്പിന്റെ മന്ത്രിയാക്കി ബിനോയിയെ വെച്ചത്, ബിനോയി എന്തോ കുഴപ്പത്തിൽ അല്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ എനിക്കറിയാം. കാരണം വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ ഒരു വാദഗതിയുണ്ട്. പക്ഷെ എന്റെ പാഠം എന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥന്മാർ നമ്മളെ നോക്കുന്നു, നമ്മൾ അവരെ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഈ നോട്ടങ്ങളെല്ലാം ഒരു പോയിന്റിലെത്തും. അവർ നമ്മളെ മനസ്സിലാക്കും, ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് അത് നമ്മൾ അവരെ മനസ്സിലാക്കും. മനസ്സിലായി. അത് കഴിഞ്ഞാൽ ഈ മ്യൂച്വലായ മനസ്സിലാക്കലുണ്ടായി കഴിഞ്ഞാൽ
അവിടെ നിന്ന് നമ്മൾ ഇത് ആരംഭിക്കുന്നുള്ളൂ. അതിന് എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ 5-6 മാസം എടുത്തു. പലരും പറഞ്ഞു 6 മാസം, പലരും പറഞ്ഞു കാര്യങ്ങൾക്ക് വേഗത കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേഗത കുറവാണ്, അധികം വേഗത പാടില്ല. ഈ 6 മാസങ്ങളിൽ ആരും ഒരു വേഗതയും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, വേഗതയില്ല, ഞങ്ങൾ മെല്ലെ ചുവട് വയ്ക്കൂ. അങ്ങനെ മെല്ലെ ചുവട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നീങ്ങിയതിൽ പൊതുവെ വി ആർ മൂവിങ് ഇൻ എ റൈറ്റ് ഡയറക്ഷൻ. ഉദ്യോഗസ്ഥന്മാരിൽ മഹാഭൂരിപക്ഷം പേരും കൂടെ നിന്നിട്ടുണ്ട്. അവരിലെ മഹാഭൂരിപക്ഷം പേരും നല്ലവരാണ്. അവരെല്ലാവരും പശകാണെന്ന് ആരെല്ലാം പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല. അതിനകത്ത് എല്ലായിടത്തെയും പോലെ തന്നെ ചീത്ത ആൾക്കാരുണ്ട്, അഴിമതിക്കാരുണ്ട്, പ്രവർത്തിക്കാൻ മടിയന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബൈ ആൻഡ് ലാർജ് എന്റെ അനുഭവത്തിൽ അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, ഗവൺമെന്റിനെ നയിക്കുന്ന സംവിധാനത്തിന്റെ, മന്ത്രിമാരുടെ നിലപാടുകളുടെ തെറ്റിന്റെയും ശരിയുടെയും അളവുകൾ വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കും ബ്യൂറോക്രസിയെയും. അത് നേരായ വഴിക്കാണെങ്കിൽ ബ്യൂറോക്രസിയെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അനുഭവം. അതിന്റെ കാരണം നമ്മൾ പറയുന്നു ചന്ദന മരങ്ങൾ ആരും മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പരിചയമുള്ള ആൾ 5 ചന്ദനമരം മുറിച്ചുകൊണ്ട് പോകുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോദിക്കുക എന്തിനാ പിടിച്ചോന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുള്ള ആൾക്കാരും ഉണ്ടാവത്തില്ലേ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല. അല്ല ഞാൻ പറയുന്നത്, ഞാൻ പക്ഷെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, ചന്ദന മരങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരുന്നൊരു കാലമായിട്ട് ഞങ്ങളുടെ 5 കൊല്ലക്കാലം ഓർമ്മിക്കപ്പെടും. നാച്ചുറൽ ചന്ദന മരങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് മറയൂർ. അതൊരു കാലത്ത് വനം കൊള്ളയുടെ കേന്ദ്രങ്ങളായിരുന്നു. ചന്ദന മാഫിയ ഉണ്ടായി വന്നിട്ടുണ്ട് കേരളത്തിൽ. ചന്ദന മാഫിയ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയവും ഉദ്യോഗസ്ഥന്മാരും വനം മാഫിയ, ചന്ദന മാഫിയ എല്ലാം കൂടെ കൂടിക്കലർന്നൊരു അവിയലുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിന് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചന്ദന മാഫിയ തളച്ചവരാണ്, വനം മാഫിയ തളച്ചവരാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൈക്കൂലി മേടിച്ച് ജോലികൾ ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ മൂവ് ചെയ്യണമെങ്കിൽ അത് നടക്കുന്നില്ല. 5-8 ദിവസം ഇറങ്ങിക്കയറുക. നിങ്ങൾക്ക് അസംബ്ലിയിൽ ഇരുന്നു കൊണ്ട് പുതിയ നിയമനിർമ്മാണം ഉണ്ടായിക്കൂടെ? ഈ ഉദ്യോഗസ്ഥരായ, അതായത് പൊതു സർവീസ്, പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഗവൺമെന്റിൽ ജോലിക്ക് കയറുന്ന ടോപ്പ് ലെവൽ തൊട്ട് താഴെ സ്ലീപ്പർ വരെ ഉള്ളവർ കൈക്കൂലി വാങ്ങിയാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവരെ ജയിലിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാൻ ഒരു പരിഗണന നിങ്ങൾക്ക് പുതിയൊരു നിയമം ഉണ്ടാക്കിക്കൂടെ? പാസ്സാക്കാൻ പറ്റൂലേ നിയമസഭയിൽ? എന്നുള്ള നിയമപ്രകാരം തന്നെ കൈക്കൂലി വാങ്ങുന്നതും തെറ്റാണ്, കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ്. പക്ഷെ ആ നിയമം ഫലത്തിൽ ഒരു പല്ലുപോയ സിംഹമാണ്. ആ സിംഹം ആരെയും കടിക്കുന്നില്ല. അല്ല, അത് തട്ടിക്കുടഞ്ഞെടുത്ത് അത് തീർച്ചയായിട്ടും മാറ്റം സ്ട്രിക്റ്റായ ഒരു നിയമം കൊണ്ടുവന്നൂടെ? അങ്ങനെ ഒരു നിയമം ആ സ്ട്രിക്റ്റ് ആകണം. കൈക്കൂലി മേടിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഉദ്യോഗസ്ഥ അഴിമതി എന്ന ഒന്നുണ്ട്. പക്ഷെ ആ അഴിമതി ഒറ്റപ്പെട്ട ഒന്നല്ല. പലപ്പോഴും അഴിമതിയുടെ ഉറവിടം ഏതാ? അത് രാഷ്ട്രീയ അഴിമതിയാണ്. ഭരണത്തിന്റെ ഉന്നത തലങ്ങളിലാണ് അഴിമതി ആരംഭിക്കുന്നത്. അത് താഴേക്ക് എത്തുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭാഗഭാക്കാകുവാണ്. ഉദ്യോഗസ്ഥന്മാരല്ല അഴിമതി ആരംഭിക്കുന്നത്. അഴിമതി ഈസ് ടേക്കിംഗ് ഹയസ്റ്റ് എക്കിലോൺസ് ഓഫ് ദ പവർ. ജനാധിപത്യ വ്യവസ്ഥ ദുഷിച്ചു പോകാൻ പാടില്ല. ദുഷിച്ചു പോകുന്നതിന്റെ വലിയ കാരണം അഴിമതിയാണെന്ന് സമൂഹത്തിന് ഇപ്പോൾ അറിയാം. അതിന് മാറ്റം വരണം. അത് താഴേക്ക് എത്തുമ്പോഴാണ് ഈ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ അഴിമതിക്കാരാകുന്നത്. കുഞ്ചൻ നമ്പ്യാർ പണ്ട് പാടിയിട്ടുണ്ട്, എമ്പ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും ആണ് അദ്ദേഹം പറഞ്ഞത്. അതിലെല്ലാം ജനാധിപത്യ വ്യവസ്ഥയിൽ എമ്പ്രാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഭരണം കൈയാളുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഡെമോക്രസിയിലെ എമ്പ്രാന്മാർ. അവരാണ് ആ ക്ഷേത്രത്തിലെ പൂജാരിമാർ. അപ്പോൾ അവർ അല്പം കട്ടുപുജിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ താഴെയുള്ള എല്ലാ അമ്പലവാസിയും കക്കും. ഇതാണ് ഇപ്പോൾ ഇന്ത്യയെ ബാധിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, അഴിമതിയുടെ ഉറവിടം എമ്പ്രാന്മാരുടെ അടുത്ത് നിന്നാണ്. അധികാരം കൈയാളുന്നവർക്ക് നല്ല ബോധ്യമുണ്ടാകണം അവരാരാണെന്നതിനെപ്പറ്റി, അവരെന്താണ് ചെയ്യുന്നത്, അവരാർക്ക് വേണ്ടി ഭരിക്കുന്നവരാണ്, ഒരു വന്ന വഴി അതാണ്, അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടെന്താണ്, അതാണോ അവർ ചെയ്യുന്നത് എന്ന കാര്യം അവർ സ്വയം ചോദിക്കണം. അത് നോക്കാനുള്ള സംവിധാനം അവരുടെ പാർട്ടികൾക്ക് വേണം. ജനങ്ങളാകെ തന്നെ ആ ചെയ്തികളെപ്പറ്റി ഒരു വാച്ച് ഡോഗിനെ പോലെ ശ്രദ്ധിക്കുന്നവരാകണം. അതില്ലാത്തതിൻ്റെ കുറവുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. നമ്മൾ കേൾക്കുന്ന വലിയ വലിയ അഴിമതികൾ, പിന്നെ കഥ ഞാൻ പറയുന്നില്ല. കോൾഗേറ്റ് എന്നവർ കൽക്കരി കുംഭകോണമായാലും 2G സ്പെക്ട്രമായാലും യെസ് ബാൻഡ് അഴിമതിയായാലും ആദർശ കുംഭകോണമായാലും ഇഷ്ടം പോലെ എല്ലാം സോളാറായാലും ലക്ഷക്കണക്കിന് കോടിയുടെ അഴിമതികളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് കേരളമോ ഇന്ത്യയോ ആഗ്രഹിക്കുന്നതല്ല.
ഇന്ത്യക്കാരോ അല്ലെങ്കിൽ കേരളീയരോ കൊതിക്കുന്നത് ഈ നിലപാടല്ല. അവർക്ക് വേണ്ടത് ഒരു വൈബ്രൻസ്, ഒരു 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 എൻലൈറ്റൻഡ്, ഒരു മീനിങ് ഒരു പീപ്പിൾ ഓറിയന്റഡ്, എ ചേഞ്ച് ഓറിയന്റഡ് ആയ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് അവർക്ക് ആവശ്യം. ആ ജനാധിപത്യമായിട്ട് ഇന്ത്യയുടെ ഡെമോക്രസിയെ മാറ്റിയെടുക്കാൻ കൊതിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ലഭിക്കുന്നത് ഇത്തരം അനുഭവങ്ങളാണ്. അപ്പം അതിന് ശിക്ഷ എന്താണ്? അതിന് കൈക്കൂല്യം എടുക്കുന്നവന്റെ കൈവെട്ടും, അല്ലെങ്കിൽ അവർക്കെല്ലാം ശിരച്ഛേദമുണ്ടാകും എന്ന് പറയുന്നത് ആണോ ശരി? അതോ കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള പെനൽറ്റി മെഷേഴ്സ് വേണം, ശിക്ഷണ നടപടികൾ വേണം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. രാഷ്ട്രീയ ജാഗ്രത വേണം, സാമൂഹിക ജാഗ്രത വേണം. അതാണല്ലോ മുഖ്യമായ കാര്യം. ഒരു മന്ത്രിക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ ന്യായമായ ജീവിതത്തിന് വേണ്ടതല്ല കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ MLA മാരും നമ്മുടെ മന്ത്രിമാരും മറ്റ് സ്റ്റേറ്റുകളിലെ MLA മാരുടെയും മന്ത്രിമാരുടെയും പോലെ അത്രയും അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെ തർക്ക വിഷയങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇന്ത്യയെ പോലൊരു നാട്ടിലെ ഒരു മന്ത്രിക്ക് ലഭിക്കേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. മാന്യമായ ശമ്പളം, മാന്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഒരു തരക്കേടുമില്ലാത്തൊരു വീട്, സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ഒരു കാർ ഓടിക്കാനുള്ള ഡ്രൈവർമാർ 2 പേരെ വയ്ക്കാം ഒരു മന്ത്രിക്ക്. അതെല്ലാം കൊണ്ടൊരു തൃപ്തിപ്പെടാൻ കഴിയണ്ടേ മന്ത്രിക്ക്? ഒരു മന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകളിലെ ഒരുപാട് കെയർ ഓഫിൽ പല കാറുകളെയും, പല മുന്തിയ കാറുകളെയും, പല ഡ്രൈവർമാരെയും എല്ലാം വേണമെങ്കിൽ തന്റെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചു വരുത്താം, മാറി കാർ ഓടിക്കാം. അതൊക്കെ ഒരു മന്ത്രിയുടെ നിലപാടിന്റെയും മനോഭാവത്തിന്റെയും സമീപനത്തിന്റെയും പ്രശ്നങ്ങളാണ്. മുമ്പൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്ന വലിയ വലിയ നേതാക്കന്മാരുണ്ടല്ലോ, വളരെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു, പലരും മൺമറഞ്ഞു പോയ ആൾക്കാർ. അവരെല്ലാം ജനസേവകരായിരുന്നു എന്നൊരു തോന്നൽ പബ്ലിക്കിനുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള നേതാക്കന്മാരിൽ അത്തരത്തിലുള്ളൊരു മനോവികാരം പൊതുജനങ്ങൾക്കുണ്ടോ? പൊതുജനങ്ങൾ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകന്മാരെ ജനങ്ങളിപ്പോൾ കാണുന്നത് ജനസേവകന്മാരായിട്ടല്ല. അത് രാഷ്ട്രീയത്തിന്റെ ദുര്യോഗമാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ ശക്തിയെ അത് കാണിക്കുന്നില്ല, ദൗർബല്യത്തെ കാണിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിലൊരു വലിയ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ നാഡീഞരമ്പുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകന്മാർ. ആ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പറ്റി ജനാധിപത്യത്തിന്റെ അവസാനത്തെ വിധി പറയേണ്ട ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതാകുന്ന അവസ്ഥ വന്നാൽ, ഇവരാരും ജനസേവകന്മാരല്ല, ഇവരെല്ലാം സ്വന്തം കാര്യം നോക്കാൻ നിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാവർക്കും തങ്ങൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും വരും തലമുറകൾക്ക് വേണ്ടിയും സ്വത്ത് സമ്പാദിക്കലാണ് ലക്ഷ്യം. അതിലെല്ലാവരും കണക്കാണ്, ഈ പാർട്ടിയും ആ പാർട്ടിയും കണക്കാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയെപ്പോലെ അത്രയും ആപത്കരമായൊരവസ്ഥ ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ അതാണ്. അതിന് മാറ്റമുണ്ടാക്കണം. അതിന് മാറ്റമുണ്ടാക്കുന്ന കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ എല്ലാ പാർട്ടികളിലും ഉള്ള ജനങ്ങൾക്കിടയിൽ ഈ ചർച്ച ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എല്ലാ പാർട്ടികളിലും നല്ലവരുണ്ട്, എല്ലാ പാർട്ടികളിലും മോശക്കാരുമുണ്ട്. പാർട്ടികളെ മൊത്തം മുദ്ര കുത്തണോ ചീത്തയാണെന്ന് പറയുക, പാർട്ടി പ്രവർത്തകന്മാരെ അടച്ചാക്ഷേപിക്കുക, എല്ലാവരും മോശമെന്ന് പറയുക, അത് ശരിയെന്ന അഭിപ്രായം എനിക്കില്ല. എനിക്കറിയാവുന്ന 100 കണക്കായിട്ടുള്ള ആളുകളെ ഞാൻ കൺമുമ്പിൽ കാണുകയാണ്. നല്ല സ്വാർത്ഥന്മാരായ ആളുകൾ, ശരിക്കും പറഞ്ഞ ത്യാഗികളായ ആളുകൾ, സ്വന്തം താല്പര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇപ്പോഴും ആദർശങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, അതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അതിൽ പശ്ചാത്തപിക്കാത്ത ആളുകൾ ഒട്ടേറെ പേരുണ്ട്. നമ്മൾ അവരെ കാണുന്നില്ല. ജനങ്ങൾക്ക് പലപ്പോഴും ഇതിനുള്ള അവസരം കിട്ടാറില്ലല്ലോ. അത്രയും നല്ല ആൾക്കാരെ ഒരു കാൻഡിഡേറ്റായിട്ട് നിർത്താത്ത ഒരു പാർട്ടിയിൽ ഈ ജനങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത്? എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഏറെക്കാലം അങ്ങനെ ഇപ്പൊ ഒരുപാട് ചീത്തത്തരങ്ങളുള്ളത് കൊണ്ട് അത് അർത്ഥമാക്കേണ്ടതില്ല. എല്ലാ കാലത്തും ഈ തിന്മകൾ മാത്രം ജയിക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല. ഞാൻ ശുഭാപ്തിവിശ്വാസിയാണ്. ജനങ്ങളുടെ നന്മകളെ പറ്റിയുള്ള വിശ്വാസങ്ങളും പ്രതീക്ഷകളും വിജയിക്കുന്ന ദിവസം വരും. ജനങ്ങൾ അവരുടെ മേൽക്കൈ തിരിച്ചുപിടിക്കും. നന്മകൾക്ക് വിജയമുണ്ടാകും. ജനാധിപത്യത്തിന്റെ യഥാർത്ഥാർത്ഥം അത് ജനങ്ങളുടെ ആധിപത്യമാണ്. അത് സ്ഥാപിക്കപ്പെടും. ധനാധിപത്യം, അതും ചീത്ത ധനാധിപത്യം, ഇന്നത്തെ അവസ്ഥയിൽ അത് അടക്കി വഴിയാണ് എല്ലാത്തിനെയും. അതിന് മാറ്റമുണ്ടാക്കാൻ പറ്റും. അതിന്റെ ഒരു അസ്വസ്ഥത, അതിന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഡൽഹിയിൽ സംഭവിച്ചത് ഇന്ത്യയിൽ സംഭവിക്കും.
ഡൽഹിയിൽ സംഭവിച്ചാൽ ഇന്ത്യ മൊത്തം സംഭവിക്കാം. ഇതൊരു രാഷ്ട്രീയ അരാജകത്വം മൊത്തം കേരളത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ അരാജകത്വം മൊത്തം ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ അങ്ങനെ സംഭവിച്ചാൽ? ആം ആദ്മി പാർട്ടിയുടെ വരവിനെ നമ്മളങ്ങനെ കാണേണ്ടത്. ചിലർ പറയുന്നു അതിനകത്തൊന്നുമില്ല, അതൊരു പാളിപ്പോകുന്ന പരീക്ഷണമാണ്, അതൊരു കഥയില്ലാത്ത മാറ്റമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും ഞാനതിനെ കാണുന്നത് ശ്രദ്ധേയമായൊരു രാഷ്ട്രീയ വ്യതിയാനമായിട്ടാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരമാണ് ആം ആദ്മി പാർട്ടിയുടെ വിജയമായിട്ട് മാറിയെന്ന് പൊതുവിൽ പറഞ്ഞാൽ അത് ശരിയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ, അധികാരത്തിന്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് പാർട്ടികൾ കോൺഗ്രസും BJPയുമാണ്. ആ രണ്ട് പാർട്ടികളും അഴിമതിയിൽ മൂക്കറ്റം മുങ്ങിത്താണ് പറഞ്ഞ് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആ കോൺഗ്രസും BJPയും അല്ലാത്തൊരു രാഷ്ട്രീയ മാർഗമുണ്ടോ ഇന്ത്യക്ക്? ഒരു മൂന്നാമത്തെ പോംവഴിയുണ്ടോ? അതാണ് ഇന്ത്യ അറ്റ് ലാർജ് ചോദിക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടെന്നാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും BJPയും അല്ലാത്ത, അഴിമതിക്കാരുടെ രാഷ്ട്രീയത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഈ മാർഗമല്ലാത്ത വേറൊരു മാർഗം സാധ്യമാണെന്നും അതിനൊരു കർമ്മപരിപാടി വേണമെന്നും ഞങ്ങൾ വാദിക്കുന്നുണ്ട്. ഇടതുപക്ഷം കാലങ്ങളായിട്ട് താങ്കൾ പറഞ്ഞ പോലെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ ഇടതുപക്ഷത്താൽ പ്രാവർത്തികമാക്കാൻ ആകാത്ത കൂടി ഒരു ശൂന്യത ഉണ്ടായപ്പോഴാണ് പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു. ഞാൻ ശൂന്യത ഉണ്ടായിട്ടുണ്ട്. ആ വാക്വം നികത്തിയതാണ് ആം ആദ്മി പാർട്ടി. അതിനൊരുപാട് വശങ്ങൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, അഴിമതിക്കെതിരായിട്ട് സംസാരിക്കുന്ന ആം ആദ്മി പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ചോദിക്കുന്നവരുണ്ട്. അത് ചോദ്യം തന്നെയാണ്, എത്രമാത്രം അത് പാലിക്കും. പിന്നെ തിയററ്റിക്കലി ആൻഡ് ഐഡിയോളജിക്കലി എന്താണ് അതിന്റെ അടിസ്ഥാനം? അഴിമതി വിഷയത്തെ ഉന്നയിച്ച ആം ആദ്മി പാർട്ടി അഴിമതിയുടെ പുറകിൽ ഐഡിയോളജിയെ കാണുന്നുണ്ടോ? അഴിമതിയുടെ കാരണക്കാരായ സാമ്പത്തിക വ്യവസ്ഥയെ കാണുന്നുണ്ടോ? അഴിമതിയുടെ പുറകിലുള്ള വൻതോതിലുള്ള ബിഗ് മണിയുടെ വ്യവഹാരങ്ങളും അതിന്റെ ഒഴുക്കുകളെയും പഠിച്ചിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ചോദ്യങ്ങൾക്കെല്ലാം ആം ആദ്മി പാർട്ടി ഇനിയും ഉത്തരം പറയാൻ ബാക്കിയാണ്. പക്ഷെ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ ശപിക്കാൻ ഞാനില്ല. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ന്യായമായിട്ടുള്ള ചില ആശങ്കകൾക്കുള്ള ഒരു നിശ്ചിത തരത്തിലുള്ള പ്രതിവിധിയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ്. അതിനോട് സഹിഷ്ണുതാപൂർവമായിരിക്കണം ലെഫ്റ്റിന്റെ അപ്രോച്ച് എന്നാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷം ആം ആദ്മി പാർട്ടിയെ കാണേണ്ടത് ഒരു ശത്രുവായിട്ടാകാൻ പാടില്ല. മറിച്ച് ഇടതുപക്ഷത്തിന് പോലും പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ജനവികാരത്തെ ഒരു എക്സ്റ്റന്റ് വരെയെങ്കിലും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സോഷ്യൽ ഫോഴ്സായി അതിനെ കാണുകയും അതിന്റെ ദൗർബല്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും അത് നികത്താൻ സഹായിക്കുകയും കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ആരായുകയും അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ മുമ്പിൽ ഉയർന്നു വരേണ്ടുന്ന ഒരു ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻ്റായ, ആശയപരമായും നയപരമായും എല്ലാം ഗുണപരമായി തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിന്റെ വരവിൽ ലെഫ്റ്റിന് കൂടി പഠിക്കേണ്ടതായ ചില പാഠങ്ങളുണ്ടോ എന്ന കാര്യമാണ് ആം ആദ്മി പാർട്ടി ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ക്ഷമാപൂർവ്വം അതിനെപ്പറ്റി ചിന്തിക്കണം, പഠിക്കണമെന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ലെഫ്റ്റിന്റെ പരാജയമാണോ? ലെഫ്റ്റ് പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലെഫ്റ്റ് ലോകത്തെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പൊസിഷനുണ്ട്. അത് പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന സമൂഹത്തിലെ ഈ വലിയ കെടുതികൾ മുഖ്യമായിട്ടും ഇതിന്റെ മാനിഫെസ്റ്റേഷൻ അഴിമതി രൂപത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറകിലുള്ളത് വലിയ മണിയാണ്, ഭയങ്കരമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള തോതിലുള്ള ധനമാണ് അതിന്റെ പുറകിലുള്ളത്. അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെപ്പറ്റി ഏറ്റവും വ്യക്തമായ നിലപാടുള്ളൊരു ദർശനം ലെഫ്റ്റിനുണ്ട്. ചിലപ്പം ലെഫ്റ്റിനെ അതുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അഴിമതി പ്രസവിക്കപ്പെടുന്നത്? അതിന്റെ പുറകിലുള്ള പണത്തിന്റെ വരവെങ്ങനെയാണ്? how is it going to affect the social fabric of the country, society? ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ നിലപാടുള്ളൊരു ദർശനമുണ്ട് ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. മാത്രമല്ല, ലോകത്തെ പുതിയ പഠനങ്ങൾ നോക്കിയാൽ ഇപ്പം വാൾ സ്ട്രീറ്റ് പ്രസ്ഥാനം പോലുള്ള കാര്യങ്ങളായാലും ശരി, ലോകത്തെല്ലാം ശക്തി പ്രാപിക്കുന്ന യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളായാലും ശരി, ഇവിടെ എല്ലാം സംഭവിക്കുന്ന ഓസ്റ്ററിറ്റി മെഷേഴ്സിന്റെ മറവിൽ ജനങ്ങൾക്കുണ്ടാകുന്ന കെടുതികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകാൻ വാദിക്കുന്ന വാദങ്ങളുടെ പ്രശ്നമായാലും ശരി, അതിൻ്റെയൊക്കെ പിറകിൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ പങ്കുവഹിക്കുന്ന ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ലെഫ്റ്റിനേക്കാൾ വിജയിക്കാൻ കഴിയുന്ന വേറെ ഐഡിയോളജി ഏതുണ്ട്? ആ ഐഡിയോളജി ശരിയാണ്, അത്രത്തോളം ലെഫ്റ്റും ശരിയാണ്. ആ ഐഡിയോളജിയുടെ ശരികളെ ഒരു ഗീവൺ കോണ്ടെക്സ്റ്റിൽ
ജനങ്ങളുടെ മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലെഫ്റ്റിന്റെ കഴിവാണ് വെല്ലുവിളിക്കപ്പെടുന്നത്. ആ കഴിവിൽ ലെഫ്റ്റ് അതിന്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞാൽ ലെഫ്റ്റ് പരാജയപ്പെടുകയല്ല, ലെഫ്റ്റ് വിജയിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ലെഫ്റ്റിസ്റ്റാണ് ഞാൻ. ലെഫ്റ്റ് പരാജയപ്പെട്ടു പോകട്ടെ, ലെഫ്റ്റ് മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിക്കാൻ ഞാനില്ല. ലെഫ്റ്റ് ശപിക്കപ്പെട്ട ഒന്നായി മാറിയാൽ, ലെഫ്റ്റ് മുടിഞ്ഞു പോയാൽ പിന്നെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ എന്തുണ്ട് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പഴയ ഉത്തരങ്ങളും പഴയ മറുപടികളും പോരെ. ഇപ്പം പുതിയ കാലം വന്നിരിക്കുകയാണ്. അത് ഒത്തിരി പുതിയ വിഷയം മുന്നോട്ട് വരുന്നു. സാമ്പത്തിക അന്തരങ്ങളുടെ കാര്യം, ഈ കൊടും ചൂഷണങ്ങളുടെ കാര്യം, അഴിമതിയുടെ കാര്യം, പരിസ്ഥിതി നാശത്തിന്റെ കാര്യം, സ്ത്രീകളടക്കമുള്ള ദുർബലരായ എല്ലാ വിഭാഗത്തിനും കാണിക്കുന്ന അവഗണനയുടെ കാര്യങ്ങൾ, ദളിതര്, ആദിവാസികൾ, എല്ലാ സമൂഹങ്ങളുടെയും അബോർജിനൽ റൈറ്റ്സിന്റെ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെയുള്ള വലിയ വിവേചനങ്ങളുടെ ലോകത്ത് ജീവിക്കണം നമ്മൾ. ആ വിഷയങ്ങളോടെല്ലാമുള്ള ലെഫ്റ്റിന്റെ അപ്രോച്ച് ഇനിയും റീഡിഫൈൻ ചെയ്യപ്പെടണം. പുതിയ മൂർച്ചയോടുകൂടി അതെല്ലാം അവതരിപ്പിക്കപ്പെടണം. എന്നിട്ട് ആ ജനവിഭാഗത്തിന്റെ മനസ്സിലേക്ക് ലെഫ്റ്റ് കൂടുതൽ മിഴിവോടുകൂടി എത്തിച്ചേരണം. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ എളുപ്പമല്ല. എളുപ്പമല്ലെങ്കിൽ പോലും ആ ദൗത്യം ലെഫ്റ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.